ഹേ ഗൈസ്, വെൽക്കം ബാക്ക് സിയാസ് വ്ലോഗ്. അപ്പോൾ ഇന്നൊരു വീഡിയോ വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. എൻ്റെ ഒരു ചെറിയൊരു ട്രിക്സ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ എന്തെങ്കിലും ടെൻഷനോ ഡിപ്രഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊരു വണ്ടി എടുത്ത് നേരെ പോകും. ഒരു ലോങ് നമ്മൾ വിഷമം തീരണ വരെ ഡ്രൈവ് ചെയ്യണം. എന്ത് വലിയ പ്രശ്നമാവട്ടെ, കാരണം നമ്മളിപ്പോൾ എന്താ പറയുക, സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അതിനുള്ളൊരു സമാധാനം കിട്ടാന്നുള്ളതാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താവും ഏതാവും എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ അങ്ങനെ ഡിപ്രഷനായി പോകും. അപ്പോൾ അതിനേക്കാളും എത്രയോ ബെസ്റ്റുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ പറയാൻ പോണത്. വേറൊന്നുമല്ല, നമുക്കുള്ള വണ്ടി ഏതായാലും കാറായിക്കോട്ടെ സ്കൂട്ടി ആവട്ടെ, ഇപ്പം ഞാൻ ചെയ്യണതാണ് കേട്ടോ പറയണത്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ടെൻഷൻ, കാരണം സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ ഇല്ലാത്ത ആൾക്കാർ ആരുമില്ല. അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ മുമ്പൊക്കെ ആണെങ്കിൽ കാർ എടുക്കണ മുന്നേ ഉണ്ടല്ലോ, സ്കൂട്ടി എടുക്കും, നേരെ വിടും. അത് എത്ര ദൂരെയാണെന്നൊന്നുമില്ല, എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയും, കരയും. അപ്പോൾ പൊട്ടിക്കരയണം എന്നുണ്ടെങ്കിൽ ആ കരഞ്ഞ് തന്നെ തീർക്കണം. അപ്പോൾ നമുക്ക് കരയണമെന്നുണ്ട്, അപ്പോൾ നമ്മൾ ഒരാളെ മുമ്പിൽ കരയുന്നതിൻ്റെ കാട്ടിലും ബെസ്റ്റാണ് നമ്മൾ ഒറ്റയ്ക്ക് കരയാന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് ബെസ്റ്റ് ഒരു പ്ലേസാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ കരയാന്നുള്ളത്. പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിൽ ഫോക്കസ് ചെയ്യണം കേട്ടോ, അത് മസ്റ്റാണ്. നമ്മൾ സൂക്ഷിച്ച് സമാധാനത്തിൽ ഡ്രൈവ് ചെയ്യും വേണം. നമ്മുടെ വിഷമങ്ങളൊക്കെ ഒരു ചില്ലായിട്ട് സമാധാനത്തിൽ ഡ്രൈവ് ചെയ്യുക, കുറേ ലോങ് പോവുക, എന്നിട്ട് നമ്മളെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് നല്ല പ്രശ്നങ്ങളൊക്കെ പറയുക. ആരാടോ എന്താണെന്നൊന്നും വെക്കണ്ട. നമ്മൾ പ്രശ്നം പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ നമ്മളെ മനസ്സിൽ വിചാരിക്കുക നമ്മളെ മുമ്പിൽ പടച്ചോന് നിപ്പുണ്ട് എന്നാണ്. നമ്മളെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് പടച്ചോൻ നിപ്പുണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ നിൽക്കുക, നമ്മളെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് പറയുക. അങ്ങനെ പറഞ്ഞ് 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 നമ്മൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം അങ്ങോട്ട് ഇറങ്ങി പോകും. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാൻ കേട്ടോ. നമ്മളെ മനസ്സിലുള്ള വലിയ ഭാരം അങ്ങോട്ട് ഇറങ്ങിപ്പോകും. എന്നിട്ട് നേരെ എവിടെയെങ്കിലും ഒരു കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ ഒരു കഫേയിലോ എവിടെയെങ്കിലും നിർത്തുക, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കഴിക്കാം. എന്നിട്ട് നമ്മളെ മനസ്സിൽ ഞാൻ ഉറപ്പ് പറയാണ്, ഇത് നിങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ മാറും. ഞാൻ പിടിച്ച് നിന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലും പെടട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ ഒറ്റയ്ക്കാണ് ഞാൻ ഇല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടാവും. കാറിൽ പോകണമെങ്കിൽ അവരൊക്കെ കയറാറുണ്ട്. ഞാൻ മാംഗ്ലൂർ പോകണമെന്ന് വെച്ചാൽ എല്ലാവരും വരും. പക്ഷെ ഞാൻ ഈ വിഷമത്തിലോ ടെൻഷനിലോ പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ ആരെയും ഞാൻ കൂട്ടാറില്ല കേട്ടോ. ഇങ്ങനെ സമാധാനത്തിൽ ചില്ലായിട്ട് ഇങ്ങനെ വണ്ടി വിടും. അപ്പോൾ ഇന്ന് ഞാൻ വിഷമത്തിൽ പോവല്ലോ കേട്ടോ, ഇന്നെനിക്കൊരു പർദ്ദ ഡെലിവറി ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ പോവാണ്, കേസിലോട് പോവാണ്. അങ്ങനെ ഇങ്ങനെ പോകണം സമാധാനത്തിൽ. നമ്മളെ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ സംസാരിച്ച് പോവാം. നല്ല റോഡ് നോക്കി കറക്റ്റ് ഡ്രൈവ് ആയിരിക്കണം. ഡ്രൈവിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് കേട്ടോ. കറക്റ്റായിട്ട് നമ്മളെ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് പോയി നമുക്ക് എത്ര വിഷമമുണ്ടോ അത്ര ദൂരം അങ്ങോട്ട് പോവാം. 100-200 രൂപേൻ്റെ പെട്രോൾ ഒന്നും തീർന്നാൽ ഒരു പ്രശ്നമില്ല, നമ്മളെ വിഷമം മാറി കിട്ടൂലേ. ഒരാളെ മുമ്പിൽ കരഞ്ഞ് പറയുന്നതിൻ്റെ കാട്ടിൽ ബെസ്റ്റാണ് ഒരു ഡ്രൈവ് ചെയ്ത് പോവാന്നുള്ളത്. ലോങ് ഡ്രൈവ് ചെയ്ത് പോവുക, നമ്മളെ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ച്. ഞാൻ പറയലേ, ഒരു ചായ കുടിച്ച് നല്ലൊരു കടി കഴിച്ച് നമ്മൾ തിരിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ട്രിക്സ് ഉപയോഗിച്ച് നോക്കട്ടോ, അടിപൊളിയാണ്. ഞാൻ മുമ്പ് മുതലേ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് മഴ ആയാലും വെയിലായാലും എനിക്കൊരു വിഷമം വരുമ്പോൾ ഞാൻ നേരെ വണ്ടി എടുത്ത് പോകും, കുറേ ലോങ് വരെ പോകും. എന്നിട്ട് എന്തെങ്കിലും ഒരു ക്യാൻറ്റീന് തട്ടുകടയിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു ചായയോ കടിയോ കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഹോബി. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വണ്ടി സൂക്ഷിച്ച് ഓട്ടോ കേട്ടോ. അപ്പം അതൊരു ഇത് പറയരുത്, ഞാൻ വിഷമം വന്നാൽ വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞേക്കണമെന്ന്. വണ്ടി നല്ല ക്ലിയർ ആയിട്ട്, അത് ഡ്രൈവിങ്ങിൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡ്രൈവിങ്ങിൽ നമ്മൾ ശ്രദ്ധ
ശ്രദ്ധ കുറച്ച് തന്നെ ഡ്രൈവ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഇപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മളെ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും ഫ്രണ്ടിലുള്ള ആൾക്കാർ അങ്ങനെ വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നമ്മളെ ഇതിൽ തന്നെ പോവാം. പിന്നെ ഇതൊരു വിഷമം മാറ്റാനുള്ള 100% വർക്കാവുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരാളെ ഫ്രണ്ടിൻ്റെ മുന്നിലോ ആരെ മുമ്പിലും നമ്മൾ കരഞ്ഞ് പറയുന്നതിൻ്റെ കാട്ടിലും ബെസ്റ്റാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇതാ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണ പോലെ തന്നെ ഒരു ചില്ലായിട്ടൊരു സംസാരിച്ചുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങൾ നമ്മളോട് തന്നെ പറയുക, അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ ഒരാളുണ്ട് എന്നുള്ളത് വിചാരിക്കുക മാത്രം, അല്ലാതെ ഒരാളെ മുമ്പിൽ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് ഒരു സമാധാനം കിട്ടും. ഞാനിങ്ങനെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. എന്ത് വിഷമം വന്നാലും നമുക്ക് വന്നെടുത്ത് വെച്ച് കാണാം, എന്താവുന്നില്ല. നമ്മളിപ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. പണം ഉള്ളവർക്ക് പണം എവിടെ വെക്കൂ എന്നുള്ളൊരു ടെൻഷൻ, മനസ്സിലായില്ലേ? പണം ഇല്ലാത്തവർക്ക് പണം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളൊരു ടെൻഷൻ, അതൊക്കെ